ദൈവത്തിൻ്റെ കരുതലുകൾ ശ്രേഷ്ഠവും മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കുന്നതിനേക്കാൾ മേൽത്തരവുമാണ്. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഉണ്ട്. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. അതെ, ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഒരുപക്ഷെ ശത്രു നമ്മളെ വീഴുവാൻ തള്ളുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മെ താങ്ങി പരിപാലിക്കുന്നു. അതെ, ജീവിതത്തിൻ്റെ എത്രയോ പ്രതിസന്ധി വേളകളിൽ മനുഷ്യർ നമ്മെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിച്ചു. അതുപോലെ ശത്രുവായവൻ നമ്മെ തകർത്തെറിയുവാൻ പദ്ധതികളൊരുക്കി. എന്നാൽ ഒരിടത്തും വീണു പോകാതെ വണ്ണം ദൈവം തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതെ, ദൈവിക നിയമത്തെ അനുസരിച്ച് ദൈവഭക്തിയോടെ ജീവിച്ച ചന്ദ്രക്കിനെയും മേശക്കിനെയും അവേന്ദ്രഗോവിനെയും തീയിലിട്ട് കൊന്നുകളയുവാൻ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷേ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവകൃപയിൽ ആശ്രയിക്കുകയും ചെയ്തു. പരിണിത ഫലം സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവം അവരെ തീയിൽ നിന്ന് വിടുവിച്ചു. അതെ, ദൈവം ഒരു വീരനെ പോലെ തീയിലിറങ്ങി വന്നു നാലാമനായി തീയുടെ നടുവിൽ നടക്കുവാനിടയായി തീർന്നു. അതെ, നിർണായകമാകുന്ന എത്രയോ ഘട്ടങ്ങളിൽ അപകടങ്ങൾ, ആപത്തുകൾ, മരണങ്ങൾ, രോഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി നമ്മിലും സംഭവിച്ചപ്പോൾ ദൈവം ഒരു വീരനെ പോലെ ഇറങ്ങി വന്നില്ലേ? അതെ, ഇന്നും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവഹിതത്തിനായി സമർപ്പിക്കാം. നമ്മിൽ ദൈവാലോചനയും ദൈവിക പദ്ധതിയും മാത്രമേ നടക്കൂ. ഒരു മനുഷ്യൻ്റെയും അന്യായമായ കണക്കുകൂട്ടലുകളും പ്ലാനുകളും നമ്മിൽ നടക്കത്തില്ല. കാരണം നാം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും ദൈവമക്കളായി വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നതുമാണ്. മാത്രമല്ല, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതെ, ദൈവിക സംരക്ഷണം നമ്മളുടെ മേലുണ്ട്. ദൈവഹിതത്തിനായി സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.